سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق أولم يكف بربك أنه على كل شيء شهيد. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പടച്ചവൻ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകുടുംബാദികൾക്കും ഗുരുനാഥന്മാർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമെല്ലാം അള്ളാഹു അവരുടെ പരലോക ജീവിതം വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനിലായി ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാന ശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക് യാത്രയാകുന്ന സജ്ജനങ്ങളിൽ പടച്ചവൻ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തിലെ അചഞ്ചലത വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ആഗോള മുസ്ലിം സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദത്തെ സംബന്ധിച്ചാണ്, യുക്തിവാദ ചിന്തകളെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും ഒക്കെ കടന്നുപോയത് എന്നതിന്റെ ഒരു അന്വേഷണം. അതിൽ പലപ്പോഴും ഞാൻ ഊന്നിപ്പറഞ്ഞ ഒരു വിഷയമുണ്ട്. പൊതുവെ അത്തരത്തിലുള്ള ആളുകൾ, ഇന്ന് എക്സ് മുസ്ലിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അവര് വേണ്ട രീതിയിൽ പഠിച്ചിട്ടോ അന്വേഷണത്തിലോ അല്ല അതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വായിക്കാം, കേൾക്കാം, പഠിക്കാം, പക്ഷേ അത് പരിപൂർണതയിൽ എത്താത്തതിന്റെ ഒരു പ്രശ്നം, വേണ്ട രീതിയിൽ പഠിക്കാത്തതിന്റെ ഒരു പ്രശ്നം, ശരിയായ സോഴ്സുകൾ ഉപയോഗിക്കാത്തതിന്റെ ഒരു പ്രശ്നം ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി ഡൽഹിയിൽ വെച്ച് ഈ രാജ്യം മുഴുക്കെ വീക്ഷിച്ച ഒരു സംവാദം നടക്കുകയുണ്ടായി. ദസ് ഗോഡ് എക്സിസ്റ്റ് എന്ന പേരിലാണ് ആ സംവാദം നടന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യൻ ജനത, പിന്നീട് ഇംഗ്ലീഷിലും അത് സബ് ടൈറ്റിലോടുകൂടി വരികയുണ്ടായി, അത് വീക്ഷിക്കുകയും കാണുകയും ചെയ്തു. ചെറുപ്പക്കാരനായ ഒരു മുഫ്തി ഷമാഇൽ നദ്വി എന്ന് പറയുന്ന പണ്ഡിതനും മറുഭാഗത്ത് എക്സ് മുസ്ലിമായ ജാവേദ് അഖ്തർ, സിനിമാ സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. രണ്ടുപേരും തമ്മിൽ നടന്ന സംവാദമാണ് ദൈവത്തെ അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ച്. വാസ്തവത്തിൽ ആ സംവാദം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. എല്ലാവരും അതൊന്ന് കാണണം എന്ന് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദം എത്രമാത്രം അന്ധതയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആഗോളതലത്തിലെ നിരവധിയായ എക്സ് മുസ്ലിംകളുടെ ഒരു പ്രതിനിധിയാണ് ജാവേദ് അഖ്തർ എന്ന മുസ്ലിം നാമധാരി. വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. ആ സംവാദം വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവിന്റെ പരിമിതിയും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവാസ്തിത്വം സ്ഥാപിക്കാൻ വന്ന ഒരു പണ്ഡിതന്റെ ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള പരന്ന അറിവും, ജാവേദ് അഖ്തർ തന്റെ വിഷയാവതരണം ആരംഭിക്കുന്നത് തന്നെ സയൻസിന്റെ വിഷയത്തിൽ ഞാനൊരു മാമൂലി ഇൻസാൻ ഹെ എന്ന് പറഞ്ഞിട്ടാണ്, ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആ നിങ്ങൾ പറഞ്ഞ ആർഗ്യുമെന്റ്സുകൾ ഉപയോഗിച്ചതിനെ പ്രതിരോധിക്കാനുള്ള പരിമിതി അദ്ദേഹം സമ്മതിച്ചുകൊണ്ടാണ്. ആരാണ് എന്ന് മനസ്സിലാക്കണം. എത്രയോ വർഷങ്ങളായി
സയൻസ് ആണ്, സയൻസ് ആണ്, സയൻസ് ആണ് എല്ലാത്തിന്റെയും ഉത്തരം എന്ന് പറഞ്ഞു നടന്ന ഒരു വ്യക്തി മുഖാമുഖം പരിശുദ്ധമായ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തി സംവാദത്തിന്റെ ഒരു ഭൂമിക ഒരുങ്ങിയപ്പോൾ അവിടെ സയൻസിനെ കടന്ന് കൈവിടുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഞാൻ ഇവിടെ നിന്ന് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അന്വേഷിക്കാം. മുഫ്തി ഷമാഇൽ നദ്വി, ജാവേദ് അഖ്തർ, രണ്ടുപേരും തമ്മിൽ നടന്ന സംവാദം. അദ്ദേഹം ആരംഭിച്ചത് സയൻസ് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ദൈവാസ്തിത്വത്തെ, മതങ്ങൾ പറയുന്ന ദൈവാസ്തിത്വത്തെ സ്ഥാപിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ്. കാരണം സയൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ വേൾഡിനെ സംബന്ധിച്ചാണ്, പദാർത്ഥങ്ങളെ സംബന്ധിച്ചാണ്. കണ്ടറിയാൻ കഴിയുന്ന, തൊട്ടറിയാൻ കഴിയുന്ന, രുചിച്ചറിയാൻ കഴിയുന്ന, കേട്ടറിയാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് തൊട്ടോ കണ്ടോ കേട്ടോ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. വെള്ളം ചൂടാക്കി അത് തിളയ്ക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്, അത് നമുക്ക് അതിന്റെ താപനില അളക്കാൻ സാധിക്കും, പരീക്ഷിക്കാൻ സാധിക്കും. ഒരു കോടതിയിൽ ഒരു കുറ്റവാളിയെ എങ്ങനെയാണ് അയാൾ കുറ്റവാളി എന്ന് സ്ഥാപിക്കപ്പെടുന്നത്? CCTV ദൃശ്യങ്ങൾ കൊണ്ടുവരാം, ഫിംഗർ പ്രിന്റുകൾ കൊണ്ടുവരാം. ഇത്തരം എംപെരിക്കൽ എവിഡൻസ് ഇത് ഫിസിക്കൽ വേൾഡുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധമായ ഖുർആൻ അഭൗതിക ലോകത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഭൗതിക ലോകത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആലിമുൽ ഗൈബി വശഹാദ, ആലിമുൽ ഗൈബി വശഹാദ. ഫിസിക്കൽ വേൾഡിനെ സംബന്ധിച്ചും നോൺ ഫിസിക്കൽ വേൾഡിനെ സംബന്ധിച്ചും അറിവുള്ളവനാണ് അല്ലാഹു എന്ന് പറയുന്നത്. സൂറത്തുൽ ബഖറ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ തൊട്ടറിയാൻ കഴിയാത്ത, കണ്ടറിയാൻ കഴിയാത്ത, രുചിച്ചറിയാൻ കഴിയാത്ത, കേട്ടറിയാൻ കഴിയാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അതുകൊണ്ട് അഭൗതികമായ ദൈവാസ്തിത്വത്തെ ഭൗതികമായി മാത്രം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സയൻസ് ഉപയോഗിച്ച് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നത് പ്ലാസ്റ്റിക് ഡിറ്റക്ടർ ഉപയോഗിച്ച് മെറ്റൽ വസ്തുക്കളെ കാണിച്ചു തരൂ എന്ന് പറയുന്നത് പോലെയാണ്, മൗഢ്യമാണ്. ഇതാണ് ആദ്യം അദ്ദേഹം അടിസ്ഥാനപരമായി അടിവരയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്. അതുകൊണ്ട് സയന്റിഫിക്കായി, ശാസ്ത്രീയമായി ദൈവത്തെ തെളിയിക്കൂ എന്ന് പറയുന്ന ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ട് അതിന് മറുപടിയുമില്ല. പിന്നെ രണ്ടാമത്തെ മാർഗം എന്താണ്? രണ്ടാമത്തെ മാർഗം റെവലേഷൻ ആണ്, വഹ്യാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദിവ്യബോധനങ്ങളാണ്. അത് എതിർ സംവാദകനായ നിരീശ്വരവാദിയായ ജാവേദ് അഖ്തറിന് മനസ്സിലാകുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ഞാൻ വഹ്യും ഒരായത്ത് പോലും എന്റെ സംവാദത്തിൽ ഉദ്ധരിക്കുകയുമില്ല, അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് പോലും മുസ്ലിം സംവാദകനായ മുഫ്തി ഷമാഇൽ തന്റെ സംവാദത്തിലുടനീളം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ദൈവാസ്തിത്വം, അള്ളാഹുവിന്റെ വുജൂദ്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു കോഴ്സ് ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസത്തിന്റെ ആണിക്കല്ല് തൗഹീദ്, ആഖിറത്ത്, പരലോകം, റിസാലത്ത്, പ്രവാചകത്വം അദ്ദേഹം ഫിലോസഫിക്കലായി, തത്വചിന്തയിൽ അധിഷ്ഠിതമായി സ്ഥാപിച്ചു. അതുകൊണ്ട് മൂന്നാമത്തെ മാർഗം അദ്ദേഹം സ്വീകരിച്ചത് അഖൽ, ലോജിക്. മനുഷ്യന്റെ അടിസ്ഥാന ലോജിക്, ചിന്താവൈഭവം അതെല്ലാവർക്കും ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലാണ്, ചിന്താ വൈഭവം നൽകിക്കൊണ്ടാണ്. ഒരു വസ്തുവിന് ഒരു വസ്തു ഉണ്ടാകണമെങ്കിൽ ഒരു കാരണം ഉണ്ടാകണം എന്ന് പറയുന്ന ചിന്തയിലാണ്. പരിശുദ്ധമായ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ, ഫിത്രത്തല്ലാഹില്ലതി ഫതറന്നാസ അലൈഹാ. അല്ലാഹുവിന്റെ
മനുഷ്യനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ജന്മസിദ്ധമായ വാസന ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ 20ഓളം രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പഠനം പോലും, കാരണം ഒരു കുട്ടിയുടെ അടിസ്ഥാന ജനിതക കോഡുകളിൽ പ്രകൃതിപരമായ വാസന, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൂപ്പർ കോസ് ഉണ്ട് എന്നതാണ്. ഈ പഠനങ്ങൾ പോലും അവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ട് ആ പഠനങ്ങളെ സംബന്ധിച്ച് പോലും യാതൊരു ധാരണയും 80 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എത്രയോ കാലമായി നിരീശ്വരവാദത്തിന്റെ ഉപഭോക്താവാണ് അദ്ദേഹം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര. ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വാസനയിലാണ്. അതിന് വലിയ തെളിവിന്റെ ആവശ്യമില്ല, വലിയ ആഴമേറിയ അപഗ്രഥനങ്ങളുടെ ആവശ്യമില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വഴിയോരത്തിലൂടെ തന്റെ വിദ്യാർത്ഥികളുമൊത്ത് ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ, ആരാണ് ഈ വലിയ മനുഷ്യൻ? ഒരു വൃദ്ധയായ സ്ത്രീ ചോദിച്ചു, ആരാണ് ഈ വലിയ മനുഷ്യൻ? അപ്പൊ പറഞ്ഞു, അബു അബ്ദില്ലാഹിൽ ഫഖ്റുദ്ദീൻ റാസിയാണ്. ഇദ്ദേഹം ഇമാം റാസിയാണ്. അള്ളാഹുവിന്റെ വുജൂദിയത്തിന്, അള്ളാഹുവിന്റെ അസ്തിത്വം സ്ഥാപിക്കാൻ 1000ഓളം തെളിവുകൾ നിരത്തിയ മഹാപണ്ഡിതനാണ്. അങ്ങനെയുള്ള പണ്ഡിതന്റെ അടുക്കലാണ് താങ്കൾ ഉള്ളത് എന്ന് ആ വൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ വൃദ്ധ പറഞ്ഞ മറുപടി അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമീണനായ മനുഷ്യനാകട്ടെ, പട്ടണവാസിയാകട്ടെ, വിദ്യാഭ്യാസമുള്ളവനാകട്ടെ, വിദ്യാഭ്യാസമില്ലാത്തവനാകട്ടെ, എല്ലാവരുടെ ഉള്ളിലും അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന അഖൽ, ലോജിക്, അടിസ്ഥാന ചിന്താ വൈഭവം, ഇത് മതി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എന്നതാണ്. ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞ മറുപടി ഇതാണ്. ഇദ്ദേഹം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ 1000ഓളം തെളിവുകളോ, അഫില്ലാഹി ശഖ്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ് യദ്ഊകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ. വിദ്യാഭ്യാസമില്ലാതെ ഇവിടെ എന്റെ തുണികൾ തുന്നി ജീവിക്കുന്ന എനിക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഫിലോസഫിക്കലായ, തത്വചിന്താപരമായ, ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെ ആവശ്യമില്ലെന്ന്. അഫില്ലാഹി ശഖ്കുൻ, അള്ളാഹുവിന്റെ വിഷയത്തിലാണോ സംശയം? ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച പടച്ചവൻ, ഈ പടച്ചവന്റെ കാര്യത്തിലാണോ സംശയിക്കേണ്ടത്? ഈ പടച്ചവനെ വേണ്ടിയിട്ടാണോ 1000ഓളം തെളിവുകൾ സ്ഥാപിക്കേണ്ടത്? ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന നാം, ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന നാം, ഈ പ്രപഞ്ചത്തെ കാണുന്ന നാം, എന്തിനാണ് അതിന് 1000ഓളം തെളിവുകൾ വേണ്ടത്? അതാണ് അവര് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ പഠനങ്ങളുടെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, വലിയ തിസീസുകൾ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നൈസർഗികതയിൽ അത് തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ദൈവവിശ്വാസം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും ജനിക്കുന്നത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ വാസനയിലാണ്. അവന്റെ ജനിതക കോഡുകളിൽ അതുണ്ട്. പിന്നെ ഈ ജനിതക വാസനകളെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് അല്ല, ഇന്ന് നമ്മൾ കാണുന്നതാണ്. പുരുഷൻ സ്ത്രീയാകുന്നു, സ്ത്രീ പുരുഷനാകുന്നു. അത്തരത്തിലുള്ള വിരോധാഭാസമാണ് അള്ളാഹു നമ്മുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ദൈവാസ്തിത്വത്തെ നിഷേധിക്കൽ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നാം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ഗോളങ്ങളിൽ, വഫി അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിൽ ദൃഷ്ടാന്തങ്ങൾ. ചിന്തിക്കാൻ മനുഷ്യന്റെ അടിസ്ഥാന ചിന്താ വൈഭവം ഉപയോഗിച്ച്, തത്വചിന്താപരമായിട്ടല്ല, സയന്റിഫിക്കലായിട്ടല്ല, മനുഷ്യന്റെ അടിസ്ഥാന ചിന്ത ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്ന തെളിവുകൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കിട്ടും. സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ കിട്ടും. അതിനെന്തിനാണ് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം? ഇതാണ്
അള്ളാഹുവിന്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അം ഖുലിഖൂ അവർ സൃഷ്ടിക്കപ്പെട്ടുവോ മിൻ ഗൈരി ഷൈഇൻ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു സൂപ്പർ കോഴ്സ് ഇല്ലാതെ, ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണമില്ലാതെ, അതെങ്ങനെയാണ് സാധൂകരിക്കാൻ സാധിക്കുക? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അല്ലെങ്കിൽ പറ അവരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന്. ഒരു പ്രതിമ രൂപീകരിക്കണമെങ്കിൽ പോലും, നിർമ്മിക്കണമെങ്കിൽ പോലും അതിന്റെ പിന്നിലെ എഞ്ചിനീയറിംഗ്, അതിന്റെ പിന്നിലെ മാസ്റ്റർ പ്ലാനിംഗ്. നമുക്കറിയാം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ജടായുപാറയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ജടായുപാറ. ആ പക്ഷിപ്രതിമ ഉണ്ടാക്കാൻ എടുത്ത വർഷങ്ങൾ, അതിന്റെ പ്ലാൻ, അത് ഡിസൈൻ ചെയ്യാൻ എടുത്ത സമയങ്ങൾ, ഒരു പക്ഷിയുടെ പ്രതിമയുണ്ടാക്കാൻ ഇത്രമാത്രം ആസൂത്രണം, ഇത്ര ഗഹനമായ എഞ്ചിനീയറിംഗ് ആവശ്യമാണെങ്കിൽ യഥാർത്ഥ പക്ഷിയുടെ പിന്നിൽ ഒരു സൂപ്പർ കോഴ്സ് ഇല്ല എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിന്റെ ചോദ്യം. വളരെ ലളിതമാണ്, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. പറയൂ, ഒന്നുമില്ലായ്മയിൽ നിന്നാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത്? അതല്ല, അവരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ചത്? ഇതിന്റെ പിന്നിൽ ഒരു അടിസ്ഥാനപരമായ, ഏകകണ്ഠമായ, അചഞ്ചലമായ സൂറത്തുൽ ഇഖ്ലാസ് അടിവരയി ഇടുന്നത് പോലെ നെസസറി ബിങ്, ഒരിക്കലും ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ പെട്ടവനല്ല. അള്ളാഹുവിനെ നിങ്ങൾ ലോകത്തൊരു സൃഷ്ടിയുമായിട്ട് തുലനം ചെയ്ത് മനസ്സിലാക്കുവാനോ അപഗ്രഥിക്കുവാനോ സാധ്യമല്ല. അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. ഈ പ്രപഞ്ചം സമദല്ല, കോണ്ടിൻജന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം അതിൽ പ്രയോഗിച്ചു. ജാവേദ് അഖ്തർ ചോദിച്ചു, ആ വാക്ക് എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരുമോ? കോണ്ടിൻജന്റ്. ഈ പ്രപഞ്ചം സ്വയംഭൂവല്ല, ഈ പ്രപഞ്ചം സ്വമേധയാ ഉണ്ടായതല്ല, ഉണ്ടാകേണ്ടതുമല്ല, ഉണ്ടാകൽ അനിവാര്യമല്ല. ഞാനും നിങ്ങളും ഉണ്ടാകൽ അനിവാര്യമല്ല, പക്ഷെ ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയില്ലയോ? ലം യകുൻ ശൈഅൻ മദ്കൂറാ, പറയപ്പെടാൻ കഴിയുന്ന ഒരു വസ്തു പോലുമായിരുന്നില്ല. മനുഷ്യൻ എന്നൊരു വർഗം ഭൂമിയിലില്ലായിരുന്നു. ദിനോസറുകളെ പറ്റിയൊക്കെ ഖുർആനിൽ പറയുന്നുണ്ടോ എന്നൊക്കെ വളരെ മതഗ്രന്ഥങ്ങളിലൊന്നും ദിനോസറുകളെ പറ്റി പരാമർശിക്കുന്നില്ല എന്ന് മതഗ്രന്ഥങ്ങളെ ഫോക്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മതഗ്രന്ഥങ്ങളിൽ മാത്രമല്ല മാത്തമാറ്റിക്സിന്റെ ഒരു കിതാബിലും ദിനോസറുകളെ പറ്റി പറയുന്നില്ല. മതഗ്രന്ഥങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ദിനോസറുകളെ സ്ഥാപിക്കാൻ വന്ന ഗ്രന്ഥമല്ല. ഈ ഭൂമി ഗോളമാണോ പരന്നതാണോ എന്ന് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല. സൗരയൂഥങ്ങളുടെ ചലന നിശ്ചലനങ്ങളെ സംബന്ധിച്ച്, സഞ്ചാരപഥങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല. ഗാലക്സികളുടെ, നക്ഷത്രങ്ങളുടെ, നക്ഷത്ര വ്യൂഹങ്ങളുടെ എണ്ണങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ വന്ന ഗ്രന്ഥമല്ല. ഈ മുഴുവൻ സൃഷ്ടി സംവിധാനങ്ങൾക്കും പിന്നിൽ ഏകനായ ഒരു ശക്തി ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വന്നതാണ്. ഒരു നെസസറി ബിങ്, അല്ലാഹു സമദ്. അല്ലാഹു ലോകത്തൊന്നിലേക്കും ആവശ്യമില്ല, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിലേക്ക് ആവശ്യമാണ്. ലം യലിദ് വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ അള്ളാഹു ഒരു കുഞ്ഞിനെയും പ്രസവിക്കുന്നുമില്ല. മനുഷ്യരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രക്രിയകളിൽ നിന്ന്, ആ ഫ്രെയിമിൽ നിന്ന് പുറത്തുള്ള ഒരു സർവശക്തൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകില്ല എന്ന് പറയുന്ന ചിന്താപരമായ ആശയം ഈ ചിന്തയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ ചിന്തകളെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞു, ചിന്തകളെ ഉപയോഗിക്കൂ. ജുബൈർ ബിൻ മുത്തൈം റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ,
അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടോ? ചോദ്യമാണ്. ഞാൻ ഉത്തരം പറയുന്നില്ല, നിങ്ങൾ ഉത്തരം പറയൂ. അതല്ല, അവരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അവരാണോ ഈ പ്രപഞ്ചത്തെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? പറയൂ. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു തആല ഈ ആയത്ത് കേട്ടിട്ട് പറഞ്ഞു, കാദ ഖൽബി അൻ യതീർ, എൻ്റെ മനസ്സ് ഈ ആയത്ത് കേട്ട് പറക്കാൻ തുടങ്ങി. വദാലിക അവ്വലു മാ വുഖിറൽ ഈമാൻ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ ആദ്യമായി ഈമാൻ വിത്തുപാകപ്പെട്ടത് ഈ ആയത്തിലൂടെയാണ്. മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്തകളെ അള്ളാഹു എങ്ങനെയാണ് തട്ടി ഉണർത്തുന്നത്? ചിന്തിക്കണമെന്നാണ്. മനുഷ്യന്റെ ലോജിക്, അഖൽ, സയൻസിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല. വഹയിലൂടെ എല്ലാവർക്കും മനസ്സിലാവുകയില്ല. പക്ഷെ അള്ളാഹു നൽകിയിരിക്കുന്ന സവിശേഷമായ അടിസ്ഥാനപരമായ ഏതൊരു മനുഷ്യനും നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധി, ലോജിക്, അത് അള്ളാഹുവിനെ പറഞ്ഞു തരും, അള്ളാഹുവിനെ മനസ്സിലാക്കി തരും. ഒരു ഗ്രാമീണനായ മനുഷ്യന്റെ ഗദ്യം നമുക്ക് കാണാൻ കഴിയും. അൽ ബഅറതു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തെ മേച്ച് നടന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചത് എങ്ങനെ? ഒട്ടകത്തെ മേച്ച് നടന്ന ഒരു ഇടയൻ പറയുകയാണ്, ഈ ഒട്ടകമിടുന്ന കാഷ്ടം, ഇത് ഒരു കാഷ്ടം കണ്ടാൽ അത് ഒരു ഒട്ടകത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുന്നത് പോലെ, വൽ അസറു യദുല്ലു അലൽ മസീർ, ഒരു സംഘം, ഒരാൾ, ഒരു വ്യക്തി നടന്നുപോയാൽ അയാളുടെ കാലടിപ്പാടുകൾ അവിടെയുള്ളത് പോലെ, സമാഉൻ ദാതു അബ്റാജ്, ഭ്രമണപഥങ്ങളുള്ള ഈ വാനലോകവും, വഅർദുൻ ദാതു ഫിജാജ്, മനുഷ്യർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശാലമായ വിസ്തീർണമുള്ള വഴിയോരങ്ങളുള്ള ഭൂമിയും, അലാ തദുല്ലു അലൽ അസീസിൽ അലീം, അജയ്യനായ മഹാജ്ഞാനിയായ അള്ളാഹുവിനെ പറഞ്ഞു തരുന്നില്ല എന്ന് പറയുന്നത് എത്ര വിരോധാഭാസമാണ്. അത് ലോജിക്, മനുഷ്യന്റെ അഖൽ. ആയത്ത് ഹദീസ് ഒരു ഒട്ടകത്തെ മേക്കുന്നവൻ എങ്ങനെയാണ് അള്ളാഹുവിനെ പഠിക്കുന്നത്? അങ്ങനെയാണ് പടച്ചവനെ അന്വേഷിക്കുക. അതിന്റെ പിന്നിൽ തിസീസുകൾ ആവശ്യമില്ല. തത്വചിന്തയിൽ അധിഷ്ഠിതമായ, തത്വചിന്താപരമായി അദ്ദേഹം സ്ഥാപിച്ചു. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഏതൊരു മനുഷ്യനും വളരെ ലളിതമായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും, അറിയാൻ സാധിക്കും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, കുല്ലു വറഖത്തു തൂത് റീഹുഹാ വതഅമുഹാ വലൗനുഹാ വാഹിദ്, ഒരു മൽബറി ലീഫ്, അതിന്റെ ഗന്ധം, അതിന്റെ രുചി, അതിന്റെ നിറം ഒന്നാണ്. പക്ഷെ ആ ലീഫ് തഅകുലു മിൻഹൽ ഗസാല, ഒരു കസ്തൂരിമാൻ കഴിച്ചാൽ ഫയഖ്റുജു മിൻഹൽ മിസ്ക്. ഇത് അദ്ദേഹം ഉദ്ധരിക്കുന്നത് സമാനമായി ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ നിരീശ്വരവാദികളുമായി നടത്തിയ ഒരു സംവാദത്തിലാണ്. തഅകുലു മിൻഹൽ ഗസാല, അതിൽ നിന്ന് ഒരു കസ്തൂരിമാൻ കഴിച്ചാൽ ഫയഖ്റുജു മിൻഹൽ മിസ്ക്, അതിൽ നിന്ന് മിസ്ക്, കസ്തൂരി ലഭിക്കും. വതഅകുലു മിൻഹാ ദൂദത്തുൽ ഖസ്, അതിൽ നിന്ന് പട്ടുനൂൽ പുഴുവാണ് ആ ഇല കഴിക്കുന്നതെങ്കിൽ ഫയഖ്റുജു മിൻഹൽ ഹരീർ, അതിൽ നിന്ന് പട്ടുണ്ടാകുന്നു. വയഅകുലു മിൻഹൽ ജമലു ഫയഖ്റുജു മിൻഹൽ ബഅർ, ഒരു ഒട്ടകം കഴിച്ച് അതൊരു പക്ഷേ കാഷ്ടമായി രൂപപ്പെട്ടേക്കാം. വയഅകുലു മിൻഹൽ മാഇസ്, ഒരു ആട് അതിൽ നിന്ന് കഴിക്കുന്നു. ഫയഖ്റുജു മിൻഹൽ ലബൻ, അതിൽ നിന്ന് ഒരു പാല്, അതിൽ നിന്ന് നമുക്ക് പാല് ലഭിക്കുന്നു. ഒരേ വസ്തു, ഒരേ രുചിയും മണവും നിറവുമുള്ള ഒരേ വസ്തു, പല വസ്തുക്കൾ പല രൂപത്തിൽ എങ്ങനെയാണ് പ്രോസസ് ചെയ്യപ്പെടുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ, ഒരു സൂപ്പർ കോസ് ഇല്ല എന്ന് എങ്ങനെയാണ് സ്ഥാപിക്കാൻ സാധിക്കുക എന്ന് മനുഷ്യന്റെ വളരെ ലളിതമായ ചിന്തയിൽ പഠിക്കൂ, അറിയൂ. അള്ളാഹു അതാണ് പരിശുദ്ധമായ ഖുർആനിലുടനീളം പ്രപഞ്ചത്തെ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരേണ്ടത്, സർവശക്തനെ കണ്ടെത്തേണ്ടത്. ഇനിയൊരു കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ കേൾക്കാൻ പോകുന്നത് നിരീശ്വരവാദത്തിന്റെ ഒച്ചകളാണ്, യുക്തിവാദത്തിന്റെ അലയൊലികളാണ്. ഇവിടെ കുട്ടികളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കണം, പഠിക്കണം, അറിയണം. ആ ചോദ്യങ്ങളെ വളർത്തണം, പരിപോഷിപ്പിക്കണം.
ശരിയായ സോഴ്സുകളിൽ അവരെ കൊണ്ടെത്തിക്കണം. ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക്. അല്ലാതെ നീ ചോദിക്കരുത്, പേടിപ്പിക്കരുത്. പേടിപ്പിക്കണ്ട, ചോദിക്കാതിരിക്കാൻ പറയരുത്. അള്ളാഹു ചോദിച്ചിട്ടുണ്ട് മനുഷ്യരോട്. അള്ളാഹു നിരന്തരം ഖുർആനിൽ ചോദ്യമാണ് മനുഷ്യനോട്. മറുപടി പറയിപ്പിക്കാണ് നമ്മളെ കൊണ്ട്. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാ പറയും, നമ്മളോട് അന്വേഷിക്കാനാ പറയും, നമ്മുടെ ചിന്തകളെ ഉപയോഗിക്കാനാ പറയും. തഫക്കുർ, തദബ്ബുർ, ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്ത്യൻ ഇസ്ലാം സംവാദങ്ങളുടെ കാലം കഴിഞ്ഞു. വിഗ്രഹാരാധനയുടെയും വിഗ്രഹാരാധകരോടും ഇസ്ലാം സംവാദങ്ങൾ, ബഹുദൈവ വിശ്വാസവും ഏകദൈവ വിശ്വാസവും തമ്മിലുള്ള സംവാദവും കഴിഞ്ഞു. പക്ഷേ ഇനി ഒരു കാലഘട്ടം അത് നാസ്തികതയോടുള്ള സംവാദമാണ്. ഇസ്ലാമും നിരീശ്വരവാദവും തമ്മിലുള്ള എപ്പോഴും ഇസ്ലാം ഉയർത്തുന്നത് ആശയപരമായ യുദ്ധമാണ്, പോരാട്ടമാണ്. അങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ ഇന്നും നിലനിൽക്കുന്നത്. ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇസ്ലാമോഫോബിയ എടുത്തിടുന്നത്. ലോകത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ ഒരു മതത്തെ പറയുകയല്ല, ഒരു പ്രവർത്തനത്തെ പറയുകയാണ്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ നടന്ന വളരെ ദൈർഘ്യമേറിയ സംവാദങ്ങൾ, കാലങ്ങൾ നാം കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. ഖുർആനും ബൈബിളും തമ്മിലുള്ള താരതമ്യ പഠനങ്ങൾ, അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആശയപരമായ പ്രതിരോധത്തിൽ അമ്പരന്നവർ അവസാനം എടുത്തിട്ട ആയുധമാണ് ഇസ്ലാമോഫോബിയ. ആശയം കൊണ്ട് ഈ ജനതയെ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഭീതി പരത്തി നമുക്ക് ഈ ജനതയെ തോൽപ്പിക്കാം. അതിനവർ സിനിമകൾ ഉപയോഗിച്ചു, മാധ്യമങ്ങൾ ഉപയോഗിച്ചു, നാടകങ്ങൾ ഉപയോഗിച്ചു. മനുഷ്യർ പെട്ടെന്ന് ആകർഷിക്കുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം അവർ ഉപയോഗിച്ചു. പരിശുദ്ധമായി ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഭീകരതയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെട്ടു. എപ്പോൾ ആശയപരമായി പരിശുദ്ധമായി ഇസ്ലാമിനെതിരിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ, ഇസ്ലാമും ഏകദൈവ വിശ്വാസവും ബഹുദൈവാരാധനയും തമ്മിൽ നടന്ന സംവാദങ്ങൾ, ആശയപരമായ പ്രതിരോധങ്ങൾ, അവിടെയും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. ഇപ്പോൾ ഇനിയൊരു കാലഘട്ടം മതം വേണ്ട, മതനിരാസത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെയും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ വെളിച്ചത്തെ അവർ ഊതിക്കെടുത്തുവാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, അവന്റെ ഈ വെളിച്ചമാകുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഖിയാമത്ത് ദിനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ, അത് ക്രിസ്ത്യൻ മിഷണറിമാരാണെങ്കിലും ശരി തന്നെ, ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ആളുകളാണെങ്കിലും ശരി തന്നെ, അതുപോലെ തന്നെ നിരീശ്വരവാദികളാണെങ്കിലും ശരി തന്നെ, അവരാര് വെറുത്താലും ശരി തന്നെ, അവർക്കെല്ലാം അനിഷ്ടകരമായാണെങ്കിലും ശരി തന്നെ, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമേയം ആശയങ്ങളിൽ അധിഷ്ഠിതമായി തൗഹീദ് സ്ഥാപിച്ച്, അടിസ്ഥാന 3 കാര്യങ്ങളാണ്: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഇത് കൃത്യമായി മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. തൗഹീദ് ഏകദൈവ വിശ്വാസം, റിസാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ആഖിറത്ത് മരണാനന്തര ജീവിതം. ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായും ഇൻഷാ അല്ലാഹ് എല്ലാവരോടുമുള്ള ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള പഠനാർഹമായ സംവാദങ്ങൾ കാണണം, നമ്മുടെ മക്കളെ കാണിക്കണം, അവർ പഠിക്കട്ടെ. അവരുടെ മുന്നിൽ വലിയ അന്വേഷണത്തിന്റെ ഒരു ലോകം തുറക്കപ്പെടും. ഞാൻ അതിലൊരു ജസ്റ്റ് ഒരു പരിചയപ്പെടുത്തൽ മാത്രം. വളരെ ഗഹനമായ ചിന്തകളിലേക്കും പഠനങ്ങളിലേക്കും നമ്മുടെ മക്കളെ എത്തിക്കണം. ലോകത്ത് ഒരുപാട് ഉലമാക്കൾ, പണ്ഡിതന്മാർ ആഗോള രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പണ്ഡിതൻ മുഫ്തി ഷമാഇൽ നദ്വി പോലും അദ്ദേഹത്തിന്റെ ഗുരു യാസിർ വാജിദിയാണ്. അദ്ദേഹം 2 വർഷം കോഴ്സ് ഉണ്ട്, അമേരിക്കയിലാണ്, വാഷിംഗ്ടണിലാണ്. 2 വർഷത്തെ കോഴ്സ് എന്തിനാണ്? നാസ്തികതയെ പൊളിച്ചെഴുതാൻ, അതിന്റെ എല്ലാ പഴുതുകളും അടച്ച്
ഈ 3 വിഷയങ്ങൾ സ്ഥാപിക്കാൻ തൗഹീദ് റിസാലത്ത്. അതിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഈ സംവാദത്തിന് നേതൃത്വം കൊടുത്തത്. എക്സ് മുസ്ലിമീങ്ങളായി പരിശുദ്ധമായ ദീനിനെ ഉപേക്ഷിച്ച് ഇസ്ലാമിന് വെളിയിൽ പോയ എത്രയോ ആളുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അവർ ഇസ്ലാം സ്വീകരിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അവരുടെ കണ്ണുകൾ തുറപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു. അവർ അന്വേഷിക്കാത്ത, അവരുടെ ചിന്തയിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ പെടുന്നു. അതാണല്ലോ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.